ഗ്രാമപഞ്ചായത്തിലെ തകർന്നു കിടക്കുന്ന റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ബിജെപി പാറളം പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ടീച്ചേഴ്സ് സംസ്ഥാന കോ കൺവീനർ പ്രിന്റു മഹാദേവ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമവികാസ സങ്കല്പങ്ങളുമായിട്ട് കഴിഞ്ഞ 10 വർഷമായി നരേന്ദ്രമോദിയുടെ സർക്കാർ മുന്നോട്ട് പോകുന്നു. വലിയ രീതിയിലുള്ള ഫണ്ടുകൾ ത്രിതല മേഖലയിൽ നൽകുന്നു. അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി അനവധി പദ്ധതികളുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നു. ഇടനിലക്കാരില്ലാതെ പദ്ധതിയുടെ വിഹിതങ്ങൾ നേരിട്ട് ത്രിതല പഞ്ചായത്തുകളിലേക്ക് എത്തുന്ന സംവിധാനങ്ങൾ വളരെ സുതാര്യമായിക്കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്നു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 2.5 ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ത്രിതല പഞ്ചായത്ത് മേഖലയിലേക്ക് നരേന്ദ്രമോദി സർക്കാർ ഈ കേരളത്തിന് വേണ്ടി മാത്രം നൽകിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത് എപ്പോഴും ഈ ഇടതുപക്ഷത്തിന്റെ ആളുകളും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഒക്കെ കേരളത്തിനൊന്നും തന്നില്ല, കേരളത്തിനൊന്നും തരാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് UDF-ന്റെ MP ആയിട്ടുള്ള NK പ്രേമചന്ദ്രൻ പാർലമെന്റിൽ ചോദിച്ചു, കേരളത്തിന് എത്ര രൂപയാണ് കേരളത്തിന്റെ പ്രാദേശികമായിട്ടുള്ള വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത്? 2,25,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഈ കേന്ദ്ര സർക്കാർ 10 വർഷം കൊണ്ട് ഈ സർക്കാരിന് നൽകിയിട്ടുള്ളത്. സർക്കാരിന്റെ വികസനത്തിന് വേണ്ടി, അടിസ്ഥാന ജനക്ഷേമത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട പണങ്ങൾ മുഴുവൻ വകമാറ്റി ചെലവഴിച്ചുകൊണ്ട് ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗത്തെ പട്ടിണിക്കിടുന്ന സമീപനവുമായിട്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ബിജെപി പഞ്ചായത്ത് സമിതി ജനറൽ സെക്രട്ടറി അനീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം സന്തോഷ് അറക്കൽ, മണ്ഡലം ജനറൽ സെക്രട്ടറി സുനിൽ ജി മാക്കൻ, സുബീഷ് കൊന്നക്കൽ, പ്രദീപ് പാണപ്പറമ്പിൽ, ബിന്ധ്യ കണ്ണൻ, സനോജ് ചുള്ളിയിൽ, നിതീഷ് കണിയത്ത്, അനിത പ്രസന്നൻ, സുമ രാമകൃഷ്ണൻ, VN രാധാകൃഷ്ണൻ, ബിനരാജ് പന്നിപ്പുല്ലത്ത് തുടങ്ങിയവർ സംസാരിച്ചു.